അല്ലെങ്കിൽ മന്ത്രിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മന്ത്രിയുടെ കീഴിലുള്ള സ്കൂളിൽ വർഷങ്ങളായിട്ട് ഇവിടെ പാർക്കിങ്ങിൻ്റെ പേരിൽ പിരിവ് നടത്തുക. ഞാൻ പറഞ്ഞപ്പോഴെ മന്ത്രി വരും ചോദിച്ചു നോക്കും. 1000 രൂപ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഒരു ടൂറിസ്റ്റ് ബസ്, പൊങ്കാലയിടാൻ വരുന്ന ഭക്തരെ കൊണ്ടുവരുന്ന ഒരു ബസ് 1000 രൂപ വർഷങ്ങളായിട്ട് ഇങ്ങനെ പിരിവ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ, വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രി അറിയണ്ടേ? ഇതേ മന്ത്രിയുടെ മണ്ഡലത്തിലല്ലേ ഒരു ഓൾട്ടോ കാർ ഇടാൻ വേണ്ടി 400 രൂപ വാങ്ങിച്ച ഏരാട്ടി മുട്ടത്ത്. ഈ മുൻ ഭരണസമിതി ഇരുന്നപ്പോൾ കരാർ കൊടുത്തിരുന്ന കരാറുകാരനല്ലേ ഒരു കാറിന് ഒരു രാത്രിക്ക് 750 രൂപ ഗാന്ധി പാർക്കിൽ വാങ്ങിച്ചത്. ഇതൊന്നും മന്ത്രി അറിഞ്ഞില്ലേ? ഇതൊക്കെ അറിയണ്ടേ? ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് നിരവധി ദിവസങ്ങൾ വെള്ളം കിട്ടാറുണ്ടല്ലോ പൈപ്പിലൂടെ. ജല അതോറിറ്റി ഭരിക്കുന്ന കോർപ്പറേഷൻ അല്ലല്ലോ. ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ അല്ലെങ്കിൽ ഈ ശ്രുതിയോ ഞാനൊന്നും അല്ലല്ലോ ജലവിഭവ വകുപ്പ് മന്ത്രി. എന്നിട്ട് MLA പ്രശാന്ത് പറഞ്ഞല്ലോ എയർ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് വെള്ളം മുട്ടുണ്ടായെന്ന് പ്രശാന്ത് പറഞ്ഞില്ലേ? എയർ ബ്ലോക്ക് മാറ്റേണ്ടത് കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണോ? എന്നിട്ട് ടാങ്കറിൽ വെള്ളം കൊടുത്തു. ഞാനത് പറഞ്ഞു, അദ്ദേഹം പല കാര്യങ്ങളും മനസ്സിലാക്കാതെന്ന് പറയാം. ടാങ്കറിൽ വെള്ളം കൊടുത്തു. ഞങ്ങളവിടെ കൊടി കാണിച്ച ഫ്ലാഗ് ഓഫ് ചെയ്തതാണ്, അല്ല ഒരു ടാങ്കർ ഒരു കൊടിയും വെച്ച് കിട്ടിയില്ല. ഈ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത കൊടി അതോ പാർട്ടിയുടെ അതും കെട്ടിവെച്ച് അത് ഏതോ സംഘടനയുടെ കൊടി അത് കെട്ടി. അദ്ദേഹം പറഞ്ഞത് ടാങ്കറിൽ കൊടി വെച്ച് ഷോ കാണിക്കുന്നു. ടാങ്കറിൽ ആരും കൊടി വെച്ചില്ല. ഷോ ആരാ കാണിച്ചത്? സ്പെൻസർ ലോഞ്ച് 2 കുട്ടിയെടുത്ത് ഫോട്ടോ എടുത്തിട്ട് പോയാരാ? ഞങ്ങളൊക്കെ രാത്രി വെളുപ്പിന് 3 മണി വരെ ഫീൽഡിലുണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ഘാടനം നടത്തിയിട്ട് വീട്ടിൽ പോയില്ല.